നമ്മൾ ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ വിൽക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു ഏരിയയാണ് എത്ര പൈസയാണ് ഇതിന് ഇവിടെ നമ്മൾ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരിക എന്നുള്ളത്. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആക്ച്വലി നമ്മളുടെ ഒരു ലാൻഡ് വെക്കുന്ന സമയത്ത് രണ്ട് കോസ്റ്റാണ് ഉണ്ടാവുക. ഒന്ന് സെല്ലറിന് വരുന്ന കോസ്റ്റാണ്, അത് ഇൻകം ടാക്സ് ആണ്. അതേപോലെ രണ്ടാമത്തത് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. അത് സ്റ്റാമ്പ് നമ്മൾ വാല്യൂ കാണിക്കുന്ന, നമ്മുടെ ഡോക്യുമെൻറ്റിൽ കാണിക്കുന്ന വാല്യൂവിൻ്റെ 10% ആണ്. അത് കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ ബയറാണ്. ഇതിലേക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലാൻഡിനും നമുക്ക് എന്തില്ല, ഇൻകം ടാക്സ് ഇല്ല. മെയിൻലി റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ, റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൻ്റെ അപ്പുറമാണ് നിങ്ങളുടെ ലാൻഡ് എങ്കിൽ അത് അഗ്രികൾച്ചറൽ ലാൻഡും ആണെന്നുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ലാൻഡ് ആണെന്ന് നോക്കണം. അതിൻ്റെ ലാൻഡ് ഡോക്യുമെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവും. ഇത് മലയാളത്തിലാണെങ്കിൽ പുരയിടം എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലറിന് എന്തില്ല, ഒരു കോസ്റ്റും വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. ബട്ട് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ കൂടിയും ഈ പറയുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി 10% ബയർ അടക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് റവന്യൂ ആണ്. അതെന്ത് ചെയ്യും, മാറ്റമില്ലാതെ പോകും. ഇനി രണ്ടാമത്തെ കേസിൽ അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയിലോ ഒരു മുനിസിപ്പൽ ലിമിറ്റ്സിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീൻ്റെ തൊട്ട് പുറത്തോ കിടക്കുന്ന അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അതിന് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുക. ഈ ലാൻഡിനും എന്തുണ്ട്, ടാക്സബിൾ ഉണ്ട്. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് അതിൽ ഇൻകം ടാക്സ് അടക്കണം. അത് നോർമലി 20% ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി അതിന് വരും. നമ്മുടെ പേപ്പർ വാല്യൂ, നമ്മളൊരു വാല്യൂ കാണിക്കുമല്ലോ, ആ വാല്യൂവിൻ്റെ മുകളിൽ 10% ആണ് അതിൻ്റെ ടാക്സ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കേണ്ടത്. അതേപോലെ അതർ ലാൻഡ് വെക്കുമ്പോഴും അർബൻ അഗ്രികൾച്ചർ ലാൻഡ് പോലെ തന്നെയാണ്. ബോത്ത് ഇൻകം ടാക്സും വരും, അതേപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരും. ഇനി ഇൻകം ടാക്സ് എത്ര അടക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര അടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടെത്തണം. നമ്മൾ എത്ര എമൗണ്ടിനാണോ ഈ ലാൻഡ് വാങ്ങിച്ചത്, ഈ വാങ്ങിച്ച കോസ്റ്റ് എന്ത് ചെയ്യണം, സെയിൽ പ്രൈസിൽ നിന്ന് കുറക്കണം. വാങ്ങിച്ച കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈം നമ്മൾ കുറേ മുമ്പ് വാങ്ങിച്ചെങ്കിൽ ഒരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടാവും. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. ഒരു 1 lakh rupees നമ്മുടെ ലാൻഡ് വാങ്ങിച്ചതെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ഈ 1 lakh rupees എന്ത് ചെയ്യും, നമ്മളുടെ മണി വാല്യൂ അനുസരിച്ചൊന്ന് മാറും. മേ ബി ഒരു 1,50,000 2 lakh ഒക്കെ ആവും. ഇനി ഈ ലാൻഡ് നമ്മൾ 30 lakhs വെക്കുന്നതെങ്കിൽ ഈ 30 lakhs നിന്ന് 2 lakh എന്ത് ചെയ്യും, നമ്മൾ മൈനസ് ചെയ്യും. നമ്മളങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടെത്തും. അതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, 28 ലക്ഷം. അതിൻ്റെ മുകളിൽ നോർമലി 20% ആണ് എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് ആയിട്ട് അടക്കുക. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് കുറച്ച് ഡിഡക്ഷൻസ് വരുന്നുണ്ട്. സെക്ഷൻ 54 നമുക്ക് ഈ ടാക്സ് ഒഴിവാക്കേണ്ട കുറച്ച്, ലീഗലി നമുക്ക് ടാക്സ് ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ സെയിൽ എമൗണ്ട് 50 lakhന് മുകളിലാണെന്നുണ്ടെങ്കിൽ TDS പ്രൊവിഷൻസ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് വെൻ കം ടു സെയിൽ ഓഫ് ലാൻഡ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.